ജീവിതം മടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അടിച്ച ഡയലോഗില്ലേ അതേപോലത്തെ സാധനം തന്നെ. അയ്യോ, ഞാനിത് എന്തൊക്കെയാ കേൾക്കണത്? മനുഷ്യന്റെ മക്കളും മടുത്തെനിക്ക്. മലയാളത്തിൽ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് ഇങ്ങനൊരു റിവ്യൂ എനിക്കും എൻ്റെ സുഹൃത്തിനും ചെയ്യണമെന്ന് ഞങ്ങൾ പരസ്പരം സംസാരിച്ചാണ്. വളരെ എളുപ്പത്തിൽ പറയാം, പെണ്ണും പൊറോട്ടും എന്ന് പറയുന്ന സിനിമയാണ് കണ്ടത്. പല ആൾക്കാരും പെണ്ണും പൊറോട്ടയെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. പെണ്ണും പൊറോട്ടും എന്നാണ് സിനിമയുടെ പേര്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പെണ്ണും അതിനോട് അനുബന്ധമായ നാടകം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സന്തോഷ് മാധവന്റെ കിടിലം സിനിമ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൻ പ്രദേശത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സിനിമ അല്ലേ? തീർച്ചയായിട്ടും. സിനിമയുടെ ഒരു മൊത്തത്തിലൊരു കഥ നമ്മൾ കണ്ടു തുടങ്ങിയാൽ തന്നെ ആ സിനിമയിലോട്ട് നമ്മളങ്ങ് ലയിച്ചു പോകും. ഒരു 1980കളിൽ നമ്മൾ കണ്ടു പരിചയപ്പെട്ട നമ്മുടെ നാടൻ പ്രദേശം, അവിടുന്ന് ഉണ്ടാകുന്ന ഒരു സിനിമ. ആ സിനിമയുടെ കഥ വളരെ ചെറിയൊരു 2 കണ്ടന്റുകളെ ഒരു സിനിമയിലുടനീളം നമ്മളെ പിടിച്ചിരുത്തി എന്നുള്ളതാണ്. ഒരു ലാഗും ഇല്ലാതെ, അന്ന് ഒരു ഡാൻസോ പാട്ടോ ഒന്നുമില്ലാതെ. പാട്ടൊന്നും നമ്മൾ പ്രാധാന്യമല്ല, പാട്ടൊന്നും നമുക്കൊരു പ്രാധാന്യമല്ല. ഈ സിനിമ എങ്ങനെയാണ് ആ വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ക്യാമറമാനൊക്കെ പണിയെടുത്തേക്കുന്നത് പോലെ എനിക്ക് അതിനകത്ത് തോന്നിയ ഒരു കുറച്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ആയിട്ട് നമുക്ക് തോന്നില്ല. നമ്മുടെ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ നമ്മൾ ഉൾഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ ആളുകളും അതേ ഭംഗിയുള്ള പ്രദേശവും കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ആധികാരികമായിട്ട് സിനിമയുടെ റിവ്യൂ ഒന്നും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് സിനിമ കണ്ടതിൽ ഒരുപാട് സിനിമകൾ 2025 26 ഒക്കെ കണ്ട് ഞങ്ങൾ ഇതുവരെ ഒരു റിവ്യൂ ഒരു സിനിമയെ കുറിച്ച് ഇട്ടിട്ടില്ല. കാരണം ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ ഇടാൻ തന്നെ കാരണം ഇത് നല്ലൊരു സിനിമയാണ്. അവരുടെ ആ ഒരു വിഷ്വൽ ട്രീറ്റ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വേറൊരു നാട്ടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. തീർച്ചയായിട്ടും തുടക്കം തൊട്ട് അവസാനം വരെ നമ്മള് നാട്ടിലൊരു അംഗമായി. ഈ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ആള് ആർട്ടിസ്റ്റാണ്. ആ പുള്ളിയുടെ ഫ്രെയിമിൽ ആ പുള്ളി വരാതെ ഈ സിനിമയെ അവസാനം വരെ കൊണ്ടുപോയിട്ട് അദ്ദേഹം ആ ചെറിയൊരു സീക്വൻസിലൂടെ വന്ന് ആ സിനിമ എൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പുതുമുഖങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരൊറ്റ ആള് പോലും നേരത്തെ നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടില്ല. എന്നാൽ ഇവരെ ഇനി ഒരിക്കലും നമ്മൾ മറന്നുപോയില്ല. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു വ്യക്തികളെ പോലും നമ്മൾ മറന്നുപോയില്ല. അത്രമാത്രം ഭംഗിയോടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് വളരെ ലോജിക്കായിട്ട് കണക്ട് ആയിട്ട് സിനിമ കൊണ്ടുപോയി എന്നുള്ളതാണ്. സന്തോഷ് മാധവന് ഒരു ബിഗ് സല്യൂട്ട്. കാര്യം പുള്ളി ഒരു വലിയൊരു ആർട്ടിസ്റ്റാണ്. എന്നാൽ പോലും ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ പുള്ളിയോടൊരു സ്നേഹം, ഇഷ്ടം അതിഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. ഈ സിനിമ വേറെ സ്റ്റേറ്റിലെ വേറെ ലെവലിലും അവാർഡിനും ഒക്കെ പരിഗണിച്ച് ഒരുപാട് അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയെന്ന് അതിനെക്കുറിച്ചൊക്കെ ഈ സിനിമ കണ്ടതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും എന്താ പറയാ, പടം കാണാത്തവരുണ്ട്. സത്യത്തിൽ ഞങ്ങൾ വേറെ സിനിമ കാണാൻ വന്നതാണ്. ഞങ്ങള് ഇന്ദ്രൻസിന്റെ ആശാൻ എന്ന് പറയുന്ന സിനിമ കാണാൻ വന്നത്. അപ്പൊ അതിവിടെ കളിക്കുന്നില്ല, ഈ സമയത്തില്ല. ആ ടൈമിൽ ഒരു 10-35 ആളുകൾ മാത്രമേ സിനിമ കാണാനുള്ളൂ. പക്ഷെ ഈ സിനിമയുടെ ഒരു പ്രശ്നം, ഇതിനകത്ത് ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആൾക്കാർ സിനിമ കാണാൻ വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു, ഈ നമ്മുടെ നാട്ടിൽ കരുനാഗപ്പള്ളിയിൽ. പക്ഷെ സിനിമ കണ്ടു തുടങ്ങിയപ്പം ഒരു ആർട്ടിസ്റ്റും വേണ്ട, ഇതാണ് ആർട്ടിസ്റ്റ്, ആ കഥയ്ക്ക് പാകമായ ആർട്ടിസ്റ്റ് ഇതാണ്, വേറൊരാളെ കൊണ്ട് ചെയ്യിച്ചാലും ഈ സിനിമയാകില്ല. ഷാനെ, നമ്മുടെ സിനിമ കാണുന്ന ജീവിതത്തിൽ എത്രയോ നാളുകൊണ്ട് സിനിമ കാണുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ എക്സ്പെഷ്യലി ഇങ്ങനൊരു സിനിമ, സാധാരണക്കാർ, ഒരു മേക്കപ്പും ഇല്ലാത്ത കുറെ ആർട്ടിസ്റ്റുകൾ, അവരെങ്ങനെയാണോ ആ ജെന്യൂനായിട്ട് ഈ സിനിമയിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്, അവരൊക്കെ പ്രസന്റ് ചെയ്യാണ്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന 2 അമ്മ കഥാപാത്രങ്ങളുണ്ട്. ഈ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിലെ ഒരു ഫൈറ്റ് സീക്വൻസ് ഭയങ്കര ലൈവായിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര ലൈവ് എന്ന് പറഞ്ഞാൽ പക്കാ ലൈവ്. ഇതിനകത്ത് പണിയെടുത്ത് കാസ്റ്റിംഗ് ഡയറക്ടർ ആരായാലും ബിഗ് സല്യൂട്ട്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പക്ക 100%. ഒരു സിനിമയെക്കുറിച്ച് ഇത്ര അധികം സംസാരിക്കേണ്ടതായിട്ട് വരുന്നത് ഈ സിനിമ കാണാൻ നിങ്ങൾ വരണം. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ, സിനിമയെ പ്രേമിക്കുന്ന ആൾക്കാർ ഒരു കഥ എങ്ങനെ നടക്കണം, ആ നടക്കുന്ന കഥ എങ്ങനെ ലോജിക്കായിട്ട് കൊണ്ടുപോകണമെന്ന് കാണിച്ചു തരുന്ന പുതിയ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷോട്ടുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ക്യാമറ ഒരു ലാഗുമില്ല. അതുമാത്രമല്ല, നമ്മൾ പൈസ കൊടുത്ത പൈസയ്ക്ക്
മാന്യമായിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ, ഒരു വൾഗാരിറ്റി ഇല്ലാത്തൊരു സിനിമ, ഒരു നാട്ടിലേക്ക് പോയിട്ട് ആ നാട്ടിന്റെ ഒരു അംഗമായി മാറും ഓരോ പ്രേക്ഷകനും. സത്യസന്ധമല്ലേ? സത്യമല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ സിനിമ ഞങ്ങൾ ഇനി ഒന്നും കൂടെ കാണും. ടിവിയിലും കാണാൻ പറ്റും, അല്ലെ 2 പ്രാവശ്യം കാണാൻ പറ്റും, അതിൽ കൂടുതലും കാണാൻ പറ്റും. ഓരോ ഇതിന്റെ സീൻസും നമ്മൾ മൊബൈലിലൊക്കെ വരുമ്പോൾ കണ്ടിരുന്നു പോകും. ആ രീതിയിലുള്ളൊരു സിനിമ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വിട പറയാണ്. ഈ സിനിമ എല്ലാവരും പോയി കാണണം. പെണ്ണും പൊറോട്ട അല്ല, പെണ്ണും പൊറോട്ടും.